ഇത് 800 2800 നല്ല വണ്ടിയാണ് കേട്ടോ. അതിപ്പം ഒരു 2 മാസം കൊണ്ട് കിടക്കുകയാണ്. അത് ആൾക്കാർക്ക് ഇത് മനസ്സിലാവാത്തതുകൊണ്ടാണ് എടുത്തുകൊണ്ട് പോകാത്തത്. എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി ആരും കൊടുക്കത്തില്ല. ഇയോണ് 2011 ഡിസംബർ വണ്ടി, 85,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, റീപ്ലേസ് ചെയ്യാൻ മറ്റു കാര്യങ്ങളാ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി, ഇയോണിലെ ടോപ്പ് വണ്ടി. മാഗ്ന പ്ലസ് 45,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. ഷോറൂമിൽ കിടക്കുന്ന പുതിയ വണ്ടി എങ്ങനെ ഇരിക്കും അതേ കണക്കിരിക്കും. ഇത് 2010 അവസാനം ഫിയറ്റ് പുന്തോ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, വളരെ നല്ല ക്ലീൻ വണ്ടി. ചെറിയ പോറൽ അങ്ങൂഞ്ഞൊക്കെ ഉണ്ട്, വളരെ ചെറുത്. 4 പുത്തൻ ടയർ, നല്ല ടയർ, നല്ല ഇൻറ്റീരിയർ. ബീറ്റ് 2012 ലാസ്റ്റ് വണ്ടി, 27 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. സെക്കൻഡ് ഓണർ, നല്ല കൂളിംഗ് AC. ഇത് റിനോ ICML, ചൈന കോൾസ് എന്ന് ചിലർ പറയും. 14 വർഷമായിട്ട് ഒരാൾ ഉപയോഗിച്ച വണ്ടിയാണ്. നിലവിൽ നല്ല കണ്ടീഷൻ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കല്ലമ്പലം, അതായത് കൊല്ലത്ത് നിന്ന് കല്ലമ്പലത്തിലോട്ട് പോകുന്ന വഴിക്ക് തട്ടുപാലം എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അതായത് പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ കല്ലമ്പലം വരെ എത്തണ്ട, അതായത് കൊല്ലത്ത് നിന്നൊക്കെ വരുന്നവർക്ക് കല്ലമ്പലം വരെ എത്തണ്ട. അതായത് തിരുവനന്തപുരം ജില്ലയിലോട്ട് കയറുന്നതിന് മുമ്പ് സാധാരണക്കാരൻ്റെ വണ്ടികൾ ഇന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു ഷോപ്പാണ് ഈഞ്ചവിള യൂസ്ഡ് കാസ് എന്ന ഈ ഷോപ്പ്. ഈ ഷോപ്പിൽ വരുന്ന എല്ലാവർക്കും സാധാരണ രീതിയിലുള്ള വണ്ടികൾ, അതായത് ഒരു 35,000 രൂപ തൊട്ടൊക്കെ ഉള്ള വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാനും എടുക്കാനും പറ്റുന്ന ടൈപ്പ് വണ്ടികളാണ് തോനെയും കിടക്കുന്നത്. അതേപോലെ തന്നെ ഇത്തവണ വാഗണറുണ്ട്, എസ്റ്റിലുണ്ട്, സെന്നുണ്ട്, സെന്നില്ല, സ്വിഫ്റ്റുണ്ട്, കോളിസ് ഉണ്ട്. അങ്ങനെ കുറേ അധികം ഹുണ്ടായുടെയും ടാറ്റയുടെയും പിന്നെ ഫോർഡിൻ്റെയും ഒരുവിധം എല്ലാ കമ്പനികളുടെയും വണ്ടികൾ ഇത്തവണ നമുക്ക് വന്ന് കിടപ്പുണ്ട്. ഓണം പ്രമാണിച്ച് എല്ലാം വിറ്റഴിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് പുള്ളിക്കാരൻ്റെ ലൈൻ. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും നല്ല വില കുറവിലാണ് ഇട്ടേക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിലുള്ള 1-2 വണ്ടികൾ ഇത്തവണയുണ്ട്. ആ വണ്ടികൾക്ക് കഴിഞ്ഞ വീഡിയോ പറഞ്ഞതിനേക്കാളും വില കുറച്ച് അത്യാവശ്യം നല്ല ലോ പ്രൈസിലൊക്കെ ആക്കിയിട്ട് ഇട്ടേക്കുന്ന വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിലകൾ നോക്കി ഒരു 13,000-4,000 രൂപയും കൂടി കുറഞ്ഞായിരുന്നുവെങ്കിൽ അത് നഷ്ടമില്ലായിരുന്നു, എടുക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും ഇതൊരു സുവർണാവസരമാണ്. അപ്പോൾ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളും മറ്റുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ഇക്കെടുത്തൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. നമസ്കാരം സനൂപേ. നമസ്കാരം. പുതിയ കുറേ വണ്ടികൾ വന്നിട്ടുണ്ടല്ലോ. പുതിയ കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് വണ്ടികൾ വിറ്റിട്ടുമുണ്ട്. അത് തുടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് വില കുറച്ച് കൊടുക്കും എന്നൊരു ഓഫറും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓണത്തിന് വണ്ടികൾ തൂത്തുവാരി വിറ്റ് തീർക്കുക, എല്ലാം വിറ്റ് കൊടുക്കണമെന്ന് ആഗ്രഹം. ഓണമായിട്ട് ഇതെല്ലാം കൊടുത്തിട്ട് പുതിയ കുറച്ചുകൂടി നല്ല വണ്ടികൾ നോക്കിയെടുക്കണം എന്നാണ് ആഗ്രഹം. ഇപ്പം കിടക്കുന്ന മോശമൊന്നുമല്ല, എന്നാലും ഇതെല്ലാം ഓണത്തിന് മുമ്പേ കൊടുക്കണമെന്നാണ് ആഗ്രഹം. ഇപ്പോൾ കഴിയുന്ന പരമാവധി വില കുറച്ച് തന്നെ കൊടുക്കും, നഷ്ടമായാലും കൊടുക്കും. ആ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ കച്ചവടം. എന്ന് പറഞ്ഞാൽ ഓണത്തിന് മുമ്പേ മുഴുവൻ തീരണം. എല്ലാം പാവങ്ങൾക്ക് സാധാരണക്കാർക്കും വേണ്ടിയുള്ള വണ്ടികളാണ് നോക്കിയെടുത്തിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ എഞ്ചിന്, ഗിയർ ബോക്സ്, സസ്പെൻഷനുകൾ, പാച്ച് വർക്ക് കാര്യങ്ങൾ, പാച്ച് വർക്ക് ഉള്ളതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഉള്ള വണ്ടികൾ സാധാരണക്കാർക്ക് നോക്കിയെടുക്കാൻ പറ്റാത്ത വശങ്ങൾ നമ്മൾ നോക്കിയെടുത്ത് കൊടുക്കും. അത്യാവശ്യം നല്ല വണ്ടികളാണ് എല്ലാം കിടക്കുന്നത്. ഫസ്റ്റ് ഓണർ വണ്ടികൾ തന്നെ ഒരുപാടുണ്ട്. പിന്നെ ഒരു പണിയില്ലെന്നൊന്നും പറയില്ല, അത്യാവശ്യം പണികളൊക്കെ ഉണ്ടാവും. മറ്റ് ഉള്ളവരെ വെച്ച് സനൂപിൻ്റെ മറ്റു വീഡിയോകളിൽ ഓരോ വണ്ടികളുടെ വില കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരുപാട് വില കുറച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകണവർ ചെയ്തെടുക്കണം, നേരെ തിരിച്ചുകൊണ്ട് വരാനൊന്നും നിൽക്കല്ലേ. എന്ന് പറഞ്ഞാൽ അല്ല, ചീത്തയാവുന്ന ഭാഗങ്ങൾ മുൻകൂട്ടി അറിയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ബൾബ് എപ്പോൾ പീസ് ആവുമെന്ന് അറിയത്തില്ല, സ്റ്റാർട്ടറിൻ്റെ ബ്രഷ് എപ്പോഴും തീരുമെന്ന് അറിയത്തില്ല, ടൈം ബെൽറ്റ് എപ്പോഴും പൊട്ടുമെന്ന് അറിയത്തില്ല. ഇതൊക്കെ നോക്കിയെടുക്കാനേ പറ്റത്തുള്ളൂ. നമുക്ക് പറ്റുന്ന ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ കണ്ടീഷൻ, ഓയിൽ കുടിക്കുന്ന വണ്ടിയാണോ അത് നമുക്കറിയാൻ പറ്റും. മറ്റ് സൗണ്ടുകളുണ്ടോ അതറിയാൻ പറ്റും. സസ്പെൻഷൻ സൗണ്ട് ഉണ്ടോ അറിയാൻ പറ്റും. മറ്റ് അങ്ങനെയൊക്കെയുള്ള പാച്ച് വർക്കുണ്ടോ അറിയാൻ പറ്റും. പക്ഷേ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ വണ്ടികളിലുണ്ട്. അതാണ് വണ്ടികൾ വഴികളിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അസുഖം വരുമെന്ന് എപ്പോഴും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് വണ്ടികളുടെ കാര്യങ്ങളും. അങ്ങനെയുള്ള വിഷയങ്ങളെ വരും, അല്ല അറിഞ്ഞുകൊണ്ട് ആരെയും പറ്റിക്കത്തില്ല എന്ന് വെച്ച് എടുത്തുകൊണ്ട് പോകുന്ന വണ്ടികൾ 100 അല്ല. ഏതൊക്കെയാലും കുറഞ്ഞ വിലയ്ക്കല്ലേ തരുന്നത്. ഇപ്പോൾ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് തരുന്നത്. മറ്റ് വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ, സനൂപിൻ്റെ വീഡിയോയിൽ വെച്ച് നോക്കുമ്പോൾ 75% താഴെയുള്ള വിലയ്ക്കാണ് വണ്ടികൾ ഞാൻ തരുന്നത്. അപ്പോൾ ചെറിയ പണികളുണ്ടാവും, ചെയ്തെടുക്കുക. ആരെയും പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. അപ്പോൾ ആർക്കായാലും അബദ്ധങ്ങൾ പറ്റും. അപ്പം ഒന്ന് ചെയ്യുന്നവന് അതിൽ ഇത് പരാതികൾ വരത്തുള്ളൂ. അതൊക്കെ ഇതിൻ്റെ സ്വാഭാവികമാണ്. പക്ഷേ എൻ്റെ കമൻറ്റുകളിൽ ഇടണം. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഇടാതിരിക്കരുത്. അപ്പോൾ എനിക്ക് അത്രയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാത്തിലും വിജയിച്ചവരൊന്നുമല്ല. കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതകളൊക്കെയാണല്ലോ പഴയ വണ്ടികളാകുമ്പോൾ. എന്നാലും അങ്ങനെ മേടിച്ചുകൊണ്ട് പോകുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ എല്ലാവരും അറിയട്ടെ. കംപ്ലയിൻറ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടട്ടെ, ഇന്ന എടുത്ത വണ്ടിയൊക്കെ ഇന്ന കംപ്ലയിൻറ്റ്, എന്നെ പറ്റിച്ചു, അല്ലെങ്കിൽ വില കൂടിപ്പോയി, അവരിടട്ടെ, ഒരു വിഷയമില്ല. അപ്പം അപ്പോഴേ ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുമല്ലോ ഇവിടെ പറ്റിപ്പ് കച്ചവടമാണോ, അതേ
ഒക്കെ അറിയാൻ പറ്റും. ഇല്ല അത് ഒരിക്കലും വരില്ല. കാരണം ഞാൻ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഇത് 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് കാണുന്ന ആൾക്കാർ കാണുമല്ലോ. അപ്പൊ അവര് ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും. അവര് തന്നെ പറയുന്നുണ്ട് ഇന്ന സ്ഥാപനത്തിൽ പോയി വീണ്ടും വീഡിയോകൾ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്, വേറെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ. അപ്പൊ സനൂപ് ആൾക്കാർ അത്രത്തോളം വിശ്വാസം അർപ്പിക്കുമ്പോൾ നമ്മൾ അതിനെക്കാട്ട് വിശ്വാസം അർപ്പിക്കുകയാണ്. നമ്മളിത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിലാണിത്. അപ്പോൾ അതിൽ നമുക്ക് ഒരിക്കലും കളങ്കം വരുത്താൻ പറ്റില്ല. അത് ഈ ഒരു പൂ കൃഷി പോലെ ആയിപ്പോകും. നമുക്ക് എല്ലാ ആണ്ടിലും കൃഷി ചെയ്യാനുള്ളതല്ലേ, ഒരു പൂ കൃഷി അല്ലല്ലോ. ഇത് സ്ഥാപനമാണ്, ഇന്ന് വിറ്റങ്ങ് പൂട്ടി പോണതല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. കംപ്ലയിൻറ്റ് ഇല്ലാത്ത വണ്ടികളൊന്നുമില്ല, കംപ്ലയിൻ്റ് ഒക്കെ വരും. നമുക്കറിയാൻ പറ്റാത്ത കംപ്ലയിൻറ്റുകൾ വണ്ടിക്ക് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ വരും. പിന്നെ അറിഞ്ഞുകൊണ്ട് ആരെയും പറ്റിക്കില്ല എന്നുള്ളൊരു വാക്ക് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിലേക്ക് പോവാം. അതിനു മുമ്പ് ഷോപ്പ് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു, പക്ഷെ എന്നാലും ലാൻഡ് മാർക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സൂചിപ്പിച്ച് ഷോപ്പ് എവിടെയാണെന്ന് പറഞ്ഞു. ഷോപ്പ് തട്ടുപാലം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്ക് കല്ലമ്പലം കഴിഞ്ഞ് അടുത്ത ചെറിയ സ്റ്റോപ്പ്, കൊല്ലത്തു നിന്ന് വരുന്നവർക്ക് പാരിപ്പള്ളി കഴിഞ്ഞൊരു 4ാമത്തെ സ്റ്റോപ്പ് തട്ടുപാലം. അസലിയ ബാർ അടുത്തുണ്ട്, പിന്നെ നാവായിക്കുളം പള്ളി അടുത്തുണ്ട്. ഇതൊക്കെയാണ് ലൊക്കേഷൻ. ഈഞ്ചവിള യൂസ്ഡ് കാറ് തട്ടുപാലം. ഓക്കെ, നമുക്കപ്പം വണ്ടികളുടെ ഡീറ്റെയിലേക്ക് പോകും. സെക്കൻഡ് ഓണർ വാഗണറാണ്. 90 കിലോമീറ്റർ ഓടി. ആക്സിഡൻറ്റോ റീപ്ലേസോ ഇല്ല. 90 ഓടി. 90 ഓടി. സെക്കൻഡ് ഓണർ. ഏത് വർഷമാണ്? 260 കൊടുക്കാൻ പറ്റും. അല്ല ഏത് വർഷമാണ് വണ്ടി? ഏത് വർഷമാണ് വണ്ടി? ഏത് വർഷമാണ്? 2014 നവംബർ. 2014 നവംബർ വണ്ടി കഴിവിട്ടില്ല കേട്ടോ. അതൊക്കെ വണ്ടി അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്. കഴിവിട്ടില്ല. എത്ര ചോദ്യം? ചോദ്യമല്ല, 260 കൊടുക്കാം. 260 ലാസ്റ്റ്. ഇവിടെ വരുന്നവർക്ക് 280 ചോദിക്കുന്നുണ്ട്. അതെ, ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കണ്ടിട്ട് വരിക എന്നുള്ളത് പറയണം കേട്ടോ. അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ 280 ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയും വീഡിയോയിൽ പറയുന്ന വിലയല്ല നേരിട്ട് വരുമ്പോൾ പറയുന്നതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞത്. ഓക്കെ, അടുത്ത വണ്ടി. ഇത് 2008 2009 VXI വാഗണാർ സിംഗിൾ ഓണർ വണ്ടി. 135 ഓടി. അടിയിൽ ചെറിയ പാച്ച് വർക്ക് ഉണ്ട്, ഒരു 2000 രൂപയുടെ പാച്ച് വർക്ക് ഉണ്ട്. പക്ഷേ സനൂപ് മറ്റ് വീഡിയോകളിലൊക്കെ വില വെച്ച് നോക്കുമ്പോൾ ഒരു 10-40,000 രൂപയിൽ ആ വീഡിയോയെക്കാട്ടി വില കുറവാണ് ഈ വണ്ടിക്ക്. VXI വണ്ടി സിംഗിൾ ഓണർ. 5 അലായിസും 5 നല്ല ടയറും. പിന്നെ റീപ്ലേസോ ആക്സിഡൻറ്റോ ഇല്ല. അടിയിൽ ചെറിയ പാച്ച് വർക്ക് കൊണ്ട് ഒരു 2000 രൂപയ്ക്ക് ചെയ്താൽ തീരും. അല്ലാതെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. പെയിൻ്റൊക്കെ നല്ല ഹൈ ക്വാളിറ്റി പുത്തൻ പെയിൻറ്റ്. ടെസ്റ്റ് കഴിഞ്ഞ് ബുക്ക് എത്തിയിട്ടില്ല. 5 വർഷം ഫുള്ള് പേപ്പർ. 1 മാസമേ കുറയത്തുള്ളൂ. ടെസ്റ്റ് കഴിഞ്ഞിട്ട് 1 മാസം ആയി. ഓഗസ്റ്റ് വരെ ഉണ്ട്. 2029 ഓഗസ്റ്റ് വരെ പേപ്പറുണ്ട്. 2008 വണ്ടിയാണ്. സിംഗിൾ ഓണർ. 135 കിലോമീറ്റർ. എത്ര ചോദിക്കുന്നത്? 135 കൊടുക്കാം. 135 ഫൈനൽ വിലയ്ക്ക് കൊടുക്കാം. ക്വാളിറ്റി വണ്ടിയാണ്. 5 അലൈസ്, 5 നല്ല ടയർ, വേറെ ഒരു വിഷയങ്ങളുമില്ല. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഈ വണ്ടി ഉണ്ടായിരുന്നു. ചെറിയ അഡ്ജസ്റ്റൂടൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതൊന്നും ചെറിയ മാർജിൻ ഉള്ള വണ്ടികളിൽപ്പെട്ടാണ്. അതുകൂടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു അപാകതയില്ലാത്ത വണ്ടിയാണ്. ഈ 135 എന്ന് പറയുന്നതിനകത്തൊന്നും എന്തെങ്കിലുമൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഇവിടെ വരുന്നിടത്ത് 1.5 രൂപ ചോദിക്കുന്ന വണ്ടിയാണ്. എസ്റ്റിലോ 2008 വണ്ടി. ഷോറൂമിൽ കിടക്കുന്ന പുതുപുത്തൻ വണ്ടി കണക്കിരിക്കുക. സർവീസ് കഴിഞ്ഞാണ്. ഏത് വർഷമാണ്? 2008 LXI. ടെസ്റ്റ് AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. ടെസ്റ്റും 2028 വരെ പേപ്പറുണ്ട്. ടെസ്റ്റ് കഴിഞ്ഞ് കിടക്കുന്നു. 1.18 കൊടുക്കാം. നല്ല ടയറുകൾ, റീപ്ലേസ് ഇല്ല. റൂഫും കാര്യങ്ങളൊക്കെ കൊള്ളാം, വൃത്തിയുണ്ട്. അല്ല, നല്ല വണ്ടി. ഒരു പോറൽ പോലും ഇല്ലാത്ത വണ്ടി. ടയേഴ്സൊക്കെ കൊള്ളാം, നല്ല ടയറാണ്. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല, എല്ലാം കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററി ഉണ്ടാകുന്നൊന്നും അറിയത്തില്ല. കുറഞ്ഞ വണ്ടിയൊക്കെ ഒന്നും ഹിസ്റ്ററി നോക്കാറില്ല. വണ്ടി നല്ലതാണെന്നേ നോക്കൂ. എഞ്ചിൻ കൊള്ളാം, ഗിയർ ബോക്സ് കൊള്ളാം, AC ഉണ്ട്, എല്ലാം ഓക്കെയാണ്. സസ്പെൻഷൻ അടിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. 2005 സ്വിഫ്റ്റ് ആണ്. സെക്കൻഡ് ഓണർ. അടിയിൽ പാച്ച് വർക്ക് ഉണ്ടായിരുന്നപ്പം ചെയ്ത് കിട്ടിയതേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു. പിന്നെ കൊണ്ടുപോയി പാച്ച് വർക്ക് ചെയ്ത് മറ്റ് ചെറിയ പണികളൊക്കെ ഉള്ളത് ചെയ്ത് എല്ലാം ക്ലിയർ ആയിട്ട് കിടക്കുന്നു. ടയർ എടുത്തിട്ടു. എത്ര ഓടി? ഓടിയത് 110. ഡീസലാ പെട്രോളാ? പെട്രോൾ വണ്ടി. VXI സെക്കൻഡ് ഓണർ. VXI വണ്ടി ഫുള്ള് പെയിന്റ് ചെയ്തിട്ടുണ്ട്. 2028 വരെ ടാക്സ് ഉണ്ട്.
2028 വരെ ടാക്സ് ഉണ്ട്. ഇൻഷുർ എനിക്ക് തോന്നുന്നു തീരാറായെന്നാണ് തോന്നുന്നത്. 1.15 കൊടുക്കാം. 1.15. ഒരു കൊച്ചു ഫാമിലിക്ക് അടുത്ത് സുഖമായിട്ട് യൂസ് ചെയ്യാം. എന്തെങ്കിലും ചെറിയ ചെറിയ പണികൾ വന്നാൽ ചെയ്തെടുക്കുക. ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് 28 വരെ ടെസ്റ്റിൻ്റെ സമയം ആവുന്ന സമയത്ത് 1 വർഷം കഴിഞ്ഞ് റീടെസ്റ്റാണ്. ടെസ്റ്റിൻ്റെ സമയത്ത് ഒന്നും ചെയ്യാനല്ല, പെയിൻറ്റ് ചെയ്യണ്ട, ടാക്സ് എടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. അതെ, നിങ്ങൾ കൊണ്ടുകിടന്ന് ഉരയ്ക്കാതിരുന്നാൽ ഇനി ഇതിൽ പോറലുകൾ വീഴ്ത്താതിരുന്നാൽ മതി. പണികളൊന്നും ചെയ്യണ്ട, എല്ലാം ചെയ്തിട്ടിരിക്കുകയാണ്. സനൂപ് 2012 ഇയോൺ ആണ്. ഫസ്റ്റ് ഓണർ 1.5 കിലോമീറ്റർ. 1 ലക്ഷം കഴിഞ്ഞ് 1.5 കിലോമീറ്റർ ഫസ്റ്റ് ഓണർ വണ്ടി. ഇതൊക്കെ ചെറിയ വിലയുള്ളൂ. ഒരു സാധാരണക്കാർക്കൊന്നും ബ്രോക്കറെയൊന്നും വിളിക്കാതെ വന്ന് എടുത്തിട്ട് പോവാം. എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, അത് ക്ലിയറായി കൊടുക്കും. എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറയണമെങ്കിൽ അത് ക്ലിയറായി കൊടുക്കും. ഒരു കംപ്ലയിൻറ്റും ഇല്ല നിലവിൽ. സ്റ്റീരിയോ ഒന്നും ഇല്ല അല്ലേ? സ്റ്റീരിയോ ഇതിൽ സ്റ്റീരിയോ ഇല്ല അല്ലേ? സ്റ്റീരിയോ ഇല്ല. AC പവർ സ്റ്റിയറിംഗ് ആണ്, പവർ വിൻഡോസ് അല്ല, ഡിലൈറ്റ് പ്ലസ് ആണ് കേട്ടോ. ഓക്കെ. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്, കുഴപ്പമില്ല. വേറെ റീപ്ലേസ്മെന്റ്സ് ആയിട്ടൊന്നുമില്ല? ഒന്നുമില്ല. എത്ര ചോദിക്കും? നല്ല വണ്ടി. എത്ര ചോദിക്കുന്നത്? 1.45 കൊടുക്കാം. 1,45,000 രൂപയ്ക്ക് കൊടുക്കാം. ഇയോണിലെ ടോപ്പ് വണ്ടി മാഗ്ന പ്ലസ്. 45,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ഷോറൂമിൽ കിടക്കുന്ന പുതിയ വണ്ടി എങ്ങനെ ഇരിക്കും അതേ കണക്കിരിക്കും ഇത്. ഒരു കംപ്ലൈൻറ്റുകളോ റീപ്ലേസോ ഒന്നുമില്ല. ഒരു ലേഡി മാത്രം ഉപയോഗിച്ച വണ്ടി. 45,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. സസ്പെൻഷന് കൊള്ളാം, എൻജിൻ കൊള്ളാം, ഗിയർ ബോക്സ്, പാച്ച് വർക്കില്ല, സീറ്റ് മാത്രം കമ്പനിയാണെന്നേ ഉള്ളൂ. എല്ലാം വരുന്ന വണ്ടിയാണ്. 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, കാര്യങ്ങൾ. ഇത് 1.55 കൊടുക്കാം. 1.55. ടയർ എല്ലാം നല്ല ടയർ. വേറെ അപാകതകൾ ഒന്നുമില്ല, ഒരു പോറൽ പോലും ഇല്ല. നല്ല ക്ലീൻ വണ്ടി. നമുക്ക് ലോണില്ലല്ലോ? ലോണ് നിലവിൽ ലോണില്ല. ലോണിന് വേണ്ടി ആരെയും പ്രസ് ചെയ്യത്തുമില്ല. ഈ അപൂർവം ചിലരൊക്കെ വന്ന് ലോൺ വേണമെന്ന് പറയുന്നവർക്ക് വേണ്ടി ലോൺ ശരിയാക്കി കൊടുക്കും. പക്ഷേ ലോണിന് താല്പര്യം കാണിക്കാറില്ല. ലോൺ എടുക്കാതെ എടുക്കുന്നതായിരിക്കും നല്ലത്. എല്ലാം കുറഞ്ഞ വണ്ടികളല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത്. ആൾക്കാരെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ ലോൺ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല. ഒരു ബ്രോക്കറെ വിളിച്ചുകൊണ്ട് വന്ന് എടുക്കാൻ വേണ്ടി ഇരിക്കുന്നു. ബ്രോക്കർമാർ മേടിച്ചുകൊണ്ടോ പൈസ എന്ന് പറഞ്ഞാൽ വല്ലാത്ത പൈസ മേടിച്ചുകൊണ്ടോ. ബ്രോക്കർ ഇല്ലാതെ വന്ന് എടുത്തുകൊണ്ട് പോകാം. ഏത് വണ്ടി എടുത്താലും എടുക്കുന്ന ഒരാളിന് നഷ്ടം വരത്തില്ല. ആ രീതിയിലാണ് കൊടുക്കുന്നത്. ഒരു ബ്രോക്കറെ വിളിച്ചുകൊണ്ട് വന്നാൽ അതിൻ്റെ 10,000-4,000 രൂപ അവർ ബ്രോക്കർ ഫീസും പിന്നെ എൻ്റെ നല്ലത് അവരറിയാതെ മേടിക്കുന്നു. അങ്ങനെയൊക്കെ വരും. അതൊന്നും ഇതിലുണ്ടാകത്തില്ല. ഇതൊക്കെ ക്ലീൻ വണ്ടികൾ. ഇപ്പം വണ്ടിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരാൾ, ആദ്യമായിട്ട് എടുക്കാൻ പോണ ആൾ, അറിവില്ലാത്ത ഒരാൾക്ക് ഇതൊക്കെ ഒന്ന് ഈസി ആയിട്ട് എടുത്തിട്ട് പോകും. അവർക്ക് പറഞ്ഞു കൊടുക്കും എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഭാവിയിൽ എന്തൊക്കെ കംപ്ലയിൻറ്റ് വന്നാൽ എവിടെ കൊണ്ടുപോയി ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള എല്ലാം പറഞ്ഞു കൊടുക്കും. 2010 അവസാനം ഫിയറ്റ് പുന്തോ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, ഇവിടെ നല്ല ക്ലീൻ വണ്ടി. ചെറിയ പോറൽ അങ്ങൂഞ്ഞൊക്കെ ഉണ്ട്, വളരെ ചെറുത്. 4 പുത്തൻ ടയർ, നല്ല ടയർ, നല്ല ഇൻറ്റീരിയർ. എന്തോ ഓടിയിട്ടുണ്ട് ഇത്? 1.10 മറ്റോ ആണ്. ഇതിൻ്റെ ഡിസ്പ്ലേ ഡാർക്കായാണ് കാണിക്കുന്നത്. അത് ഈ ഫിയറ്റൊക്കെ എല്ലാം ഉള്ളൊരു കുഴപ്പമാണ്. ഫസ്റ്റ് ഡിസ്പ്ലേ ആണ് പോണത്, അത് കഴിഞ്ഞ് മറ്റെന്തും പോകും. ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ഇതിൽ കാണിക്കുന്നുണ്ട്, പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല വണ്ടി, 1 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ. എല്ലാം നല്ല ടയറാ. മൈലേജ് കാര്യങ്ങളൊക്കെ? മൈലേജ് ഒരു 20 കിട്ടും. പലരും പല മൈലേജ് അതിന് ഓടി അനുഭവം വെച്ച് പറയുന്നതേ. 2012-13 രജിസ്ട്രേഷൻ LXi അൾട്ടോ 800 ആണ്. നല്ല വണ്ടി. നോക്കിയാൽ ഇതിൻ്റെ സൈഡിലൊരു ചെറിയ തട്ടുണ്ട്. അബ്രോണിലോ മറ്റു ഭാഗങ്ങളിലോ ആ തട്ട് ബാധിച്ചിട്ടില്ല. അത് വ്യക്തമായിട്ട് കാണിച്ചു തരാം. അത് ബോണറ്റ് തുറന്നത് കാണിച്ചു തരാം. ആകെ ഒരു വണ്ടിയെ ചെറിയ തട്ടുള്ള വണ്ടിയുള്ളൂ, അത് ഇതാണ് കേട്ടോ. അതിനൊക്കെ വിലക്കുറവ് ഇതിനുണ്ടാവും. ടയറൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അബ്രോൺ ഒന്ന് കാണിച്ചു കൊടുത്തേ. അബ്രോൺ കണ്ടോ, ഒന്നും ചെയ്തിട്ടില്ല. ഈ ഭാഗം കാണിച്ചു കൊടുത്തേ. അബ്രോൺ ഇതാണ്ട് ഈ മൂലയിൽ ഇത്ര ഭാഗം മാത്രമേ ഒരു ചെറിയ ഞണക്ക് സംഭവിച്ചിട്ടുള്ളൂ. അത് ആ ഞണക്കിൻ്റെ സമയത്ത് ഈ ബോണറ്റിൽ ഞണക്ക് വന്ന് അത് മാറിയിട്ടുണ്ട്, ഗ്ലാസും മാറിയിട്ടുണ്ട്. അബ്രോണിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അബ്രോണിലൊന്നും ചെയ്തിട്ടില്ല. ഓടിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും കുഴപ്പമില്ല. ഈ സൈഡിൽ എന്തോ തട്ട് കെട്ടിയതാണ്, ഈ സൈഡിൽ തട്ടിയതാണ്. 1,45,000 രൂപയ്ക്ക് കൊടുക്കും ഫൈനൽ വില. 1,75, 1,80, 1,90, 2,4 രൂപ വരെ ഈ വണ്ടി മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. ഒരൊറ്റ ചെറിയ തട്ട്, അതാണ് ഈ വണ്ടിയെ ബാധിക്കുന്ന രീതിയിൽ ആ ബോണറ്റും ഗ്ലാസും മാറി. അതുകൊണ്ട് മാത്രം നല്ല വണ്ടി കേട്ടോ. വില കുറച്ചിട്ടേക്കുന്നത്. 1,45,000 രൂപയ്ക്ക് കൊടുക്കും. സിംഗിൾ ഓണർ i10 മാഗ്ന 1.30 ഓടി.
ഏത് വർഷം? 2008, 28 വരെ പേപ്പറുണ്ട്. I10 ആണ് കേട്ടോ. നല്ല വണ്ടി, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ടയറെല്ലാം കൊള്ളാം, വണ്ടിക്കകമൊക്കെ കൊള്ളാം, വൃത്തിയുണ്ട്. പാച്ച് വർക്കില്ല, സസ്പെൻഷൻ കൊള്ളാം, എഞ്ചിൻ കൊള്ളാം, ഗിയർ ബോക്സ് കൊള്ളാം, AC കൂളിംഗ് ഉണ്ട്. I10 മാഗ്നയാണ്, ഫസ്റ്റ് ഓണർ വണ്ടി. എത്ര? 1.10 കൊടുക്കും. 1.10. 1.10 കൊടുക്കും. ഒരു 12, 13 അല്ലേ മൈലേജ് ഒക്കെ? അതാണ് മൈലേജ്. 14 മൈലേജ് ഒക്കെ കിട്ടും. നല്ല റോഡ്, എല്ലാ വണ്ടികളും ഓടുന്ന റോഡിന് ആധാരമായിട്ടിരിക്കും മൈലേജ്. നമ്മൾ ഈ ഷട്ടിലടിക്കുന്നതിനൊക്കെ കുറയും. നല്ല ഇപ്പോൾ എറണാകുളം പോവുകയാണെങ്കിൽ അതിൻ്റെ ടോപ്പ് മൈലേജ് കിട്ടും. അതെ അതെ അതെ, അങ്ങനെയാണ്. ഇത് 2001 LXI വാഗണറാണ്. 60 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 2 വർഷം പേപ്പറുണ്ട്, 2 വർഷം ഫുള്ള് പേപ്പറുണ്ട്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് പഴയ വണ്ടിയല്ലേ, ഒന്നുമില്ലെന്നാ തോന്നുന്നു. ആക്സിഡന്റ് വണ്ടിയല്ല, ആക്സിഡന്റ് വണ്ടിയാ ഒരു വണ്ടിയേ ഉള്ളൂ. ബാക്കി എന്തെങ്കിലുമൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടല്ലേ എന്നൊന്നും അറിയത്തില്ല. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല വണ്ടി. ചെറിയ പൊട്ടലുണ്ടല്ലേ? അത് നമ്മൾ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ, അത് കാരണം അതിങ്ങനെ കിടക്കുന്നു. പൊട്ടൽ അത് ശരിയാക്കിയിരുന്നെങ്കിൽ അതങ്ങ് പെട്ടെന്ന് ചൂടപ്പം പോലെ വിറ്റുപോകണം. നല്ല ടയറെല്ലാം നല്ല ടയർ, 4 അലായി ഉണ്ട്. LXI ആണ്. AC തണുപ്പില്ല കേട്ടോ, തണുപ്പില്ല. വണ്ടി നല്ല വണ്ടി, ഒരു കൊച്ചു കുടുംബത്തിനൊക്കെ എടുത്ത് യൂസ് ചെയ്തുകൊണ്ട് നടക്കാം. AC വേണ്ടെന്നുള്ളവർക്ക് AC വേണമെങ്കിൽ ശരിയാക്കി എടുക്കാം. 60 രൂപ. 60 രൂപ. ഇത് റിനോ ICML ചൈന കോൾസ് എന്ന് ചിലർ പറയും. 14 വർഷമായിട്ട് ഒരാൾ ഉപയോഗിച്ച വണ്ടിയാണ്. നിലവിൽ നല്ല കണ്ടീഷൻ, ഒരു കുഴപ്പമില്ല. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ AC കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ടയർ ആവറേജ് ടയറുണ്ട്. 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവിൽ പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല. 85 രൂപയ്ക്ക് കൊടുക്കും. 85,000 രൂപ. 85,000 രൂപ. 7 സീറ്റർ. 7 സീറ്റർ ഓടിക്കാൻ നല്ല സുഖമുള്ള വണ്ടി. വണ്ടിക്കകമൊക്കെ കുഴപ്പമില്ല. സീറ്റ് കവറിൽ ചെറിയൊരു കീറ്റലുണ്ട് എന്നുള്ളതല്ലാതെ വേറെ അപാകതകളൊന്നും കാണുന്നില്ല. ഇതൊക്കെ സ്ക്രാപ്പ് വാല്യൂ തന്നെ 10-25 രൂപ വിലയുണ്ട്. ഇതിന്റെ AC-യും കാര്യങ്ങളൊക്കെ പക്കാ കൂളിംഗ് ആണ്. ടയർ ആവറേജ് ടയർ എല്ലാത്തിലും ഉണ്ട്. ടയേഴ്സ് എല്ലാം നല്ല, അത്യാവശ്യം നല്ല ടയേഴ്സാണ് കിടക്കുന്നത്, കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? 85 രൂപ. ഇവിടെ വരുന്നിടത്ത് 1 രൂപ 1.5 അങ്ങനെയൊക്കെ ചോദിക്കും. ഡീസൽ വണ്ടി. മൈലേജ് എങ്ങനെയായിരിക്കും? മൈലേജ് നല്ല മൈലേജ് ആണ്, 16-17 മൈലേജ് കിട്ടും. എങ്ങനെയായാലും കിട്ടും. വേറെ റീപ്ലേസ്മെന്റ്സ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. ആക്സിഡന്റ് വണ്ടി അല്ല ഇത്. ഒറിജിനൽ കേരള തന്നെയല്ലേ? ഒറിജിനൽ കേരള. ബീറ്റ് 2012 ലാസ്റ്റ് വണ്ടി. ഓണർഷിപ്പ് 27 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. സെക്കൻഡ് ഓണർ. നല്ല കൂളിംഗ് AC. എന്തോ ഒന്നിനകത്ത് ഓടിയിട്ടുണ്ട്. 80 മറ്റോ ആണെന്ന് വന്നു. ഒരു 15 അത്യാവശ്യം പെയിന്റ് ഒക്കെ ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് കിടക്കുക. മൈലേജ് ഒക്കെ ഒരു 15-16 കിട്ടും. ഇതിന് 20 മൈലേജ് ആണ് ഏറ്റവും കുറഞ്ഞ്. ഡീസലാണോ? ഡീസൽ വണ്ടി. ടയറൊക്കെ കൊള്ളാം. എത്ര ചോദിക്കുന്നത്? ഇത് 85 രൂപയ്ക്ക് കൊടുക്കാം. 85. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എൻ്റെ ഗ്ലാസ്സിലൊരു ചെറിയ വര ഉണ്ടായിരുന്നു കേട്ടാ. മാറ്റിയോ? അല്ല, മാറ്റിയില്ല. ആ വര എങ്ങനെയുണ്ട്, ചോർച്ചയൊന്നുമില്ല, ഒരു ചെറിയ വര കിടക്കുന്നു. അതൊന്ന് കാണിച്ചു കൊടുക്ക്. ഫ്രണ്ട് ഗ്ലാസ്. അതാണ് ഇവിടെ അല്ലേ? അത്യാവശ്യം നല്ലൊരു വരയാണ്. ആരെങ്കിലും വന്ന് എടുക്കണമെങ്കിൽ മാറ്റിയാൽ മതിയല്ലോ. മാറ്റിയിട്ട് പിന്നെ ആക്സിഡന്റ് ആണെന്ന് പറയണ്ട. ഓക്കെ, അടുത്ത. ഇത് 2000 നല്ല വണ്ടിയാണ് കേട്ടോ. അതിപ്പം ഒരു 2 മാസം കൊണ്ട് കിടക്കുകയാണ്. ആൾക്കാർക്ക് ഇത് മനസ്സിലാവാത്തതുകൊണ്ടാണ് എടുത്തോണ്ട് പോകാത്തത്. എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി ആരും കൊടുക്കത്തില്ല. ഈ വണ്ടിക്ക് നമ്മൾ വില കുറച്ചെന്ന്? വില കുറച്ച് 35 രൂപയ്ക്ക് കൊടുക്കാം സനൂപേ. 35. നല്ല വണ്ടിയാ. മോഡലത്തിൽ കുറവായിപ്പോയി. 1 വർഷത്തിൽ കൂടുതൽ, 1 വർഷവും 2 മാസവും പേപ്പറുണ്ട്. ഇൻഷുർ ഇപ്പം തീരാറായെന്ന് തോന്നുന്നു. AC പവർ സ്റ്റിയറിംഗ് ഒന്നും അല്ല, AC-യും ഇതൊന്നുമില്ല. കാർബറേറ്റർ വണ്ടിയാണ്. പക്ഷേ പഠിക്കാനോ മറ്റ് യൂസ് ചെയ്യാനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വാസമായിട്ട് വന്ന് എടുത്തിട്ടുണ്ടോ, ഇതൊക്കെ ഗ്യാരണ്ടി ആയിട്ട് തരും. അത്ര ക്ലിയർ വണ്ടിപ്പെട്ട വണ്ടി ആണ്. അതിൻ്റെ മോഡൽ കുറവെന്നുള്ളൊരു കുറ്റം മാത്രമേ ഉള്ളൂ. നല്ല വണ്ടിയാണ്. ടയറെല്ലാം നല്ല ടയർ. ഫ്രണ്ടിലിപ്പം എടുത്തിട്ട് 2 പുതിയ ടയറാണ്. ബാക്കിൽ ടയർ കൊള്ളാം. പണികൾ ഒരുപാട്, സസ്പെൻഷനുകൾ കാര്യങ്ങൾ ഇതൊക്കെ മാറി. എഞ്ചിനൊക്കെ 100ക്ക് 100 എഞ്ചിൻ. കിലോമീറ്റർ ജനുവിൻ പറയാൻ പറ്റുമോ? ഇതൊക്കെ പറ്റത്തില്ല. ഇത് 1 ലക്ഷം കഴിഞ്ഞാൽ 1 വരുന്നതാണ്. നിലവിൽ കണ്ടീഷൻ വണ്ടി, എടുക്കുന്ന ആളിന് ഒരു നഷ്ടവും വരാത്ത വണ്ടിയാണ്. പേപ്പറൊക്കെ പേപ്പർ 1 വർഷവും 2 മാസം കൂടെ പേപ്പറുണ്ട്. ഇൻഷുർ തീരാറായി നിൽക്കുകയാണ്. നല്ല വണ്ടി. ഇതൊക്കെ വിശ്വാസമായിട്ട് കൊടുക്കാൻ പറ്റുന്ന വണ്ടി. പക്ഷേ മോഡൽ കുറവായതുകൊണ്ട് ആൾക്കാർക്കൊരു ഡൗട്ട്, അങ്ങനെ കിടപ്പായതാണ്. പക്ഷേ വണ്ടി നല്ല പക്കാ വണ്ടി. 35 രൂപ. 35 രൂപയ്ക്ക് കൊടുക്കാം. ഇയോണ് 2011 ഡിസംബർ വണ്ടി. 85,000 കിലോമീറ്റർ
സിംഗിൾ ഓണർ റീപ്ലേസ് ചെയ്യാൻ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. സീറ്റ് കവറൊക്കെ ഇട്ട് നല്ല 140 കൊടുക്കാം. പക്ഷേ ഈ വണ്ടിക്ക് അകം കാണാനൊക്കെ നല്ല രസമാണ്. നല്ല വണ്ടി, ഒരു കുഴപ്പമില്ലാത്ത വണ്ടി. ആ സീറ്റ് കവറിൻ്റെ ഇതുകൊണ്ടും കൂടി അങ്ങനെ ഫീൽ ചെയ്യും. സനൂപ് ഇതിനൊക്കെ എന്തെങ്കിലും പണി വന്നാൽ തന്നെ എന്തെങ്കിലും ചെറിയ പണികൾ, ചിലപ്പം ബെൽറ്റിൻ്റെ ഒരു കരച്ചിൽ, അല്ലെങ്കിൽ ഈ ഓടാതെ കിടക്കുന്നത്, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ആൾക്കാർ വേറെ എന്തോ വലിയ പണിയാണെന്ന് വിചാരിക്കുന്നത്. അങ്ങനത്തെ പോയാൽ ബെൽറ്റ് കിരികിരാന്ന് കരയും. ആദ്യമായിട്ടൊക്കെ ഇവിടെ കിടക്കുമ്പോൾ സ്റ്റാർട്ടാക്കുമ്പോഴേ ഒരു പാർട്ടി വന്ന് അങ്ങനെ ബെൽറ്റ് കരഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് പോയി. അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്, അന്ന് വലിയ കാര്യങ്ങളേ അല്ല. വേറെ ഒരു പണി, മെയിനായ ഒരു പണികളും ഇല്ല. അതാണ് പ്രത്യേകത. നമ്മൾ അതാണ് നോക്കുന്നത്. ഇതിന് ഏതെങ്കിലും മേജർ പണികളുണ്ടോ ഈ വണ്ടിക്ക്? ഇപ്പോൾ ഏറ്റവും പാവപ്പെട്ടവരാണ് വണ്ടി എടുക്കാൻ പറഞ്ഞത്. വണ്ടി എടുക്കാനുള്ള പൈസ തേയുമ്പോൾ നേരെ വന്ന് വണ്ടി എടുക്കല്ലേ. വണ്ടി പണിയാനുള്ള പൈസയും കൂടെ കരുതി വെച്ചിട്ടേ വണ്ടി എടുക്കാവൂ. ഒരുപാട് പഴകിയ വണ്ടി എടുക്കുമ്പോൾ അങ്ങനെ ചെയ്യാവൂ. ഇപ്പോൾ നമ്മളെ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നേരെ പോയി 10 ലക്ഷം രൂപയുടെ വണ്ടി എടുക്കല്ലേ. ജീവിത ചിലവുകൾ വേറെയൊക്കെ ഒരുപാടുണ്ട്. അതെല്ലാം ചെയ്ത് പിന്നെ ഉള്ള ബാക്കി വരുന്ന പൈസയ്ക്കാണ് വണ്ടി എടുക്കാനുള്ളത്. ഇപ്പോൾ ഒരു വണ്ടി എടുത്തിട്ട് പിന്നെ അതിൻ്റെ ടയർ പഞ്ചറായ ഒട്ടിക്കാൻ പൈസ ഇല്ലാത്തവരൊന്നും വണ്ടി എടുത്തിട്ട് കഥയില്ല. ഒരു അറപ്പാ നൂപ്പാക്ക വന്നാൽ കൊണ്ട് ശരിയാക്കി എടുക്കുക. അങ്ങനെ പൈസ ഉള്ളവരൊന്ന് വണ്ടി എടുത്താൽ മതി. അല്ലാതെ ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയട്ടെ, ചിലരൊക്കെ അങ്ങനെയുള്ളൂ. എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ വന്നാൽ അതൊരു വലിയ വിഷയമായിട്ട് കണ്ട് എന്ന് പറഞ്ഞാലേ സാധുക്കളൊക്കെയാണ് വരുന്നത്. അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. എന്തെങ്കിലും വലിയ മേജർ പണികളൊന്നുമില്ല, എല്ലാം വരുന്ന ചെറിയ പണികളേ വരൂ. അങ്ങനെയുള്ളവർ വന്ന് വണ്ടി എടുക്കുക. ഒത്തിരി പൈസ കയ്യിൽ കരുതി വയ്ക്കുക പണിയാനുള്ളത്. പണി വരാതിരിക്കട്ടെ, വന്നാലും പണിയാൻ കരുതി വയ്ക്കുക. അതാണ് നമ്മുടെ ഒരു ആഗ്രഹം. വന്നൊരു ചെറിയ പണി, ഒരു അറപ്പ് വന്നു, അതിപ്പോൾ എഞ്ചിന് കുഴപ്പമുള്ളതുകൊണ്ടല്ല അറപ്പ് വരുന്നു. പല കാര്യങ്ങളുണ്ട് ഒരു വണ്ടിക്ക് അറപ്പ് വരാം. ഒരു കോയിൽ മിസ്സായാല, ഒരു പ്ലഗ് ചീത്തയാലൊക്കെ അറപ്പ് വരാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എഞ്ചിൻ ചൂടാവുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒരു 5-6 കാരണങ്ങളുണ്ട് എഞ്ചിൻ ചൂടാവുന്നതിന്. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ ഫാൻ വർക്കായില്ലെങ്കിൽ എഞ്ചിൻ ചൂടാവും. അതിൻ്റെ പമ്പിന്, വാട്ടർ പമ്പിന് കുഴപ്പം വന്നാൽ എഞ്ചിൻ ചൂടാവും. അപ്പോൾ അതുപോലെയൊക്കെയുള്ള ഒരുപാട് ഈ റേഡിയേറ്റർ ബ്ലോക്ക് വന്നാൽ ചൂടാവും. ഫീസ് പോയാൽ, ഫാനിൻ്റെ ഫീസ് പോയാൽ ചൂടാവും. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. എന്തോ വലിയ കാര്യമെന്ന് കരുതും. വലിയ കാര്യങ്ങളില്ലാത്ത വണ്ടികളാണ് എടുത്തിട്ടിരിക്കുന്നത് മുഴുവനും. അല്ലാതെ വലിയ മേജർ വിഷയങ്ങളുള്ളതല്ല. നോക്കിയെടുത്തിട്ടിരിക്കുക. ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഏകദേശ ധാരണ വണ്ടികളെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ് ഈ പണി ചെയ്യുന്നതെന്ന് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അതല്ല എൻ്റെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് എന്തെങ്കിലും മുട്ടം പണി കിട്ടിയവരോ അല്ലെങ്കിൽ വലിയ പണി കിട്ടിയവരോ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യട്ടെ. എടുത്തുകൊണ്ട് പോകുന്നവർ, എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നവർ കറക്റ്റായിട്ട് നല്ലതാണെങ്കിലും അഴുക്കാണെങ്കിലും വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം. എല്ലാം മേടിച്ചുകൊണ്ട് പോകണം. എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്. ഈ വീഡിയോയിലൂടെ ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ആ ഭാഗം തന്നെ ക്ലിയർ ആക്കി അടുത്ത വണ്ടി ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ നാളെ നടത്താൻ വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. അല്ലാതെ ഇന്ന് അടച്ചിട്ട് പോകാൻ, ആൾക്കാരെ പറ്റിച്ചിട്ട് അടച്ചിട്ട് പോകാൻ വേണ്ടി ചെയ്യുന്നതല്ല. വണ്ടിയെക്കുറിച്ച് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അബദ്ധം പറ്റില്ല എന്ന് ഞാൻ പറയില്ല. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാനെന്ന് എനിക്കെന്ത് അസുഖം വരുമെന്ന് എനിക്കറിയില്ല. അതുപോലെയാണ് ഈ വണ്ടിക്ക് ചെറിയ ചെറിയ കംപ്ലൈൻറ്റ്, ബൾബ് വീസാവുന്നതിനെക്കുറിച്ച് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റത്തില്ല. വേറെ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ വണ്ടിക്കുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങൾ വരെ അല്ലാതെ എൻജിൻ മേജർ വിഷയങ്ങൾ, എൻജിൻ, സസ്പെൻഷൻ, ഗിയർ ബോക്സ്, അങ്ങനെ ഇങ്ങനെ ഒന്നും വിഷയങ്ങളുള്ള വണ്ടികളല്ല ഒന്നും. താല്പര്യമുള്ളവർക്ക് കൃത്യമായിട്ട് വന്ന് എടുത്തിട്ട് പോകാം. പൈസ ഒന്ന് എടുത്തുകൊണ്ട് പോണ ജോലിയേ ഉള്ളൂ. എന്തെങ്കിലും കംപ്ലൈൻറ്റ് പാച്ച് വർക്കാ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ പറ്റും. മുമ്പൊക്കെ അത്രത്തോളം ഒന്നും പറയാറില്ലായിരുന്നു. ഇപ്പോൾ നല്ലോണം ചെക്ക് ചെയ്യുന്നുണ്ട്. ആ വാഗണാറിൻ്റെ തന്നെ പാച്ച് വർക്കുള്ള കാര്യം എനിക്കും അറിയില്ലായിരുന്നു. ഒരാൾ വന്ന് കൈയിട്ട് കണ്ടുപിടിച്ചപ്പോഴാണ് ഞാനും അത് കണ്ടത്. കഴിഞ്ഞ വീടിക്കില്ലേ അങ്ങനെയൊക്കെ വരുന്നതൊക്കെ ഉണ്ടാവും. നമ്മൾ എല്ലാം ഒന്നും കണ്ണി കയർത്തൊന്നുമില്ല. അങ്ങനെയൊന്നും കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് വിഷയങ്ങളൊക്കെ പഴയ വണ്ടിയൊക്കെ ഉണ്ടാവും. അത് എല്ലാം കവർ ചെയ്യാൻ പറ്റത്തില്ല. കഴിയുന്നതൊക്കെ കവർ ചെയ്ത് വില കുറച്ച് സനൂപിൻ്റെ മറ്റ് വീഡിയോകൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ തന്നെ അടുത്താണ് ഇപ്പോൾ സനൂപിൻ്റെ വീഡിയോകൾ കണ്ടു തുടങ്ങി. ആ വീഡിയോയിൽ വിലകൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്താ വില കുറച്ചാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തൊന്നുമില്ല, കുറഞ്ഞ വിലയ്ക്ക് എടുത്ത് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ അപാകതകൾ, മൈനർ അപാകതകൾ ഉണ്ടാവും. ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പിന്നെ എന്നെ വിശ്വാസമില്ലാത്തൊരു മെക്കാനിക്കിനെ കൊണ്ടൊന്ന് ക്ലിയറാക്കി എടുക്കട്ടെ, അല്ലെങ്കിൽ നല്ലോണം ഓടിച്ചു നോക്കിയിട്ട് എടുക്കട്ടെ. പിന്നെ ഇവിടുന്ന് പോയേ പിന്നെ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു അർത്ഥമില്ല. നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും. എനിക്ക് അമാനുഷിക കഴിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നോക്കി എടുത്ത് കൊടുക്കുന്നു, അത്ര തന്നെയാണ്. വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. അത്യാവശ്യം വില കുറഞ്ഞ വണ്ടികൾ നോക്കുന്ന എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു വീഡിയോ ആയിരുന്നു. അതിൽ പരം നല്ല കുറേ വണ്ടികൾ കാണിച്ചു തരാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അണ്ണന് കണ്ടുപിടിക്കാൻ പറ്റാത്തതായിട്ടുള്ള ചില പ്രശ്നങ്ങളുള്ള ചില വണ്ടികൾ കിടന്നിരുന്നു. ആ വണ്ടികളുടെ വന്ന കസ്റ്റമേഴ്സ് കണ്ടുപിടിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അതെല്ലാം ക്ലിയർ ചെയ്ത് വണ്ടികൾ ഇട്ടിട്ടുണ്ട്. അപ്പം വന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് വന്ന് വണ്ടികൾ നോക്കാം. അന്ന് വന്ന ആ ചേട്ടൻ ഇത് കാണുവാണെങ്കിൽ ആ ചേട്ടന് വേണമെങ്കിലും വന്ന് നോക്കാം. കാരണം ആ വണ്ടിക്ക് ഇപ്പോൾ ആ കംപ്ലൈൻറ്റുകളില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എടുക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ പറഞ്ഞത് കേട്ടോ. അന്ന് വന്ന് നോക്കിയ അണ്ണനെ ഞാനും കണ്ടതാണ്. അപ്പോൾ ആ ചേട്ടനും ഇതേപോലെ കുനിഞ്ഞ് കിടന്നൊക്കെ എന്തോ കണ്ടുപിടിച്ചു.
അത് പുള്ളി കണ്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് പുള്ളി അത് അറിഞ്ഞില്ല. അപ്പോൾ ഇപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്ത് വണ്ടി നല്ല വൃത്തിയായിട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പോൾ വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. കുറഞ്ഞ വിലയിൽ പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒരുപാട് വണ്ടികൾ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.